റിലേഷൻഷിപ്പിൽ നിങ്ങൾ ബ്ലാക്ക് കാറ്റ് ആണോ ഗോൾഡൻ റിട്രീവർ ആണോ? ഇന്റർനെറ്റിൽ അങ്ങനെ ഒരു തിയറി കറങ്ങി നടക്കുന്നുണ്ട്. ഏതൊരു റിലേഷൻഷിപ്പിലും ഒരു ബ്ലാക്ക് കാറ്റും ഒരു ഗോൾഡൻ റിട്രീവറും ഉണ്ടെന്ന്. ബ്ലാക്ക് കാറ്റ് എന്ന് പറയുമ്പം ആരെയും ചേസ് ചെയ്യില്ല, വളരെ ഗ്രേസ്ഫുൾ ആയി, വളരെ കാം ആൻഡ് സെന്റേർഡ് ആയി, എപ്പോഴും വളരെ പീസ്ഫുൾ ആയിരിക്കുന്ന ഒരു എൻറ്റിറ്റിയാണ് റിലേഷൻഷിപ്പിലെ ബ്ലാക്ക് കാറ്റ് എന്ന് പറയുന്നത്. അതിന്റെ എനർജി എന്ന് പറയുന്നത് അത് എല്ലാത്തിനെയും ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുകയാണ്, ഒന്നിനെയും ചേസ് ചെയ്യില്ല. അതേസമയം ഗോൾഡൻ റിട്രീവർ എന്ന് പറയുമ്പോൾ ആ പേര് കേൾക്കുന്ന പോലെ തന്നെ എപ്പോഴും പിന്നാലെ ഓടിക്കൊണ്ടിരിക്കും, എപ്പോഴും ചേസ് ചെയ്തുകൊണ്ടിരിക്കും. അതിനെപ്പോഴും അറ്റൻഷനും പരിഗണനയും ഒക്കെ വേണം, അതിനെ പ്രയോറിറ്റൈസ് ചെയ്യണം എന്ന് അത് വല്ലാതെ ഇങ്ങനെ ആഗ്രഹിച്ച് അതിങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ബ്ലാക്ക് കാറ്റ് ആണോ ഗോൾഡൻ റിട്രീവർ ആണോ? ഞാനാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഞാൻ എപ്പോഴും ഒരു ബ്ലാക്ക് കാറ്റ് എനർജി ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അതൊരു ഫെമിനൈൻ എനർജി ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇവല്യൂഷണറി തന്നെ സ്ത്രീകൾ ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിപ്പെട്ടവരല്ല, നമ്മൾ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയവരാണ്. നമ്മൾ കാം ആൻഡ് പീസ്ഫുൾ ആൻഡ് ഗ്രേസ്ഫുൾ ആയി സെന്റേർഡ് ആയി നമ്മൾ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയവരാണ്. എനിക്ക് ആരെയും ചേസ് ചെയ്യണം എന്ന് ആഗ്രഹമില്ല, എനിക്ക് അട്രാക്ട് ചെയ്യണം എന്നും ആഗ്രഹമില്ല. ഞാൻ എങ്ങനെയാണോ അങ്ങനെ ഇരിക്കുന്നു. അട്രാക്റ്റഡ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഫൈൻ, ദാറ്റ് ഈസ് ഗുഡ്, ദാറ്റ് ഈസ് ദെയർ തിങ്, നോട്ട് മൈ തിങ്. എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ഞാൻ സ്നേഹിക്കില്ല എന്നല്ല, പക്ഷെ ഞാൻ ആരെയും ചേസ് ചെയ്യില്ല. അപ്പൊ നിങ്ങൾ ബ്ലാക്ക് കാറ്റ് ആണോ ഗോൾഡൻ റിട്രീവർ ആണോ?